നമസ്കാരം. കഴിഞ്ഞ ദിവസം ഖുർആൻ വിമർശനം നടത്തി മുസ്ലിമിനെ പഞ്ഞിക്കിടാൻ വേണ്ടി നോക്കി ലോകം മുഴുവൻ വൈറലായ ആരിഫ് ഹുസൈന്റെ വീഡിയോ ഞാനത് ഈ ചാനലിൽ നിന്ന് ഇടാൻ നോക്കാം, കോപ്പിറൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ. അത് മുഴുവൻ നിങ്ങളൊന്ന് കാണണം. അത്യാവശ്യം വലിയ വീഡിയോ ആണ്, നല്ല രസമാണ് കേട്ടോ അത് കണ്ടു കഴിഞ്ഞാൽ. ഏതായാലും ആ വൈറൽ വീഡിയോന്റെ പശ്ചാത്തലത്തിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം വേണം എന്ന് തോന്നി. അത് വേണമെന്ന് തോന്നി. കാരണം ഇവിടെ ഇന്ത്യയിൽ അന്ധമായ മുസ്ലിം വിരോധം തലയ്ക്ക് പിടിച്ചിട്ട് കുറെ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. മുസ്ലിമോ ഖുർആാനോ ബാധ്യതപ്പെടാത്ത കുറെ കാര്യങ്ങൾ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള, ഇപ്പൊ ആരിഫ് ഹുസൈൻ തന്നെ പറഞ്ഞ എന്താണ്, ഖുർആാനിൽ സ്വന്തം മക്കളുമായി ദാമ്പത്യ ബന്ധം, ശാരീരിക ബന്ധം നടത്താമെന്ന് പറയുന്ന വാക്യം ഉണ്ട് എന്നാണ് പറഞ്ഞത്. അത്തരത്തിലുള്ളൊരു വാചകം എടുത്തു കാണിക്കാൻ ഈ ആരിഫ് ഹുസൈനോട് വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്നിട്ട് 1 മണിക്കൂർ തപ്പിയിട്ടും അങ്ങനെ ഒരു വാചകം എടുക്കാൻ കിട്ടില്ല. കാരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. ഉണ്ടെങ്കിലല്ലേ കിട്ടുള്ളൂ. അത് ചാറ്റ് GPT ആയാലും ജെമിനി ആയാലും ക്രോക്ക് ആയാലും എന്ത് കുന്തമായാലും ശരി, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ എടുത്ത് കാണിക്കാൻ പറ്റുള്ളൂ. ഇല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല. അപ്പോ എനിക്ക് തോന്നിയത്, ഇത് സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യയില് അന്ധമായി മുസ്ലിം വിരോധം തലയ്ക്ക് പിടിച്ചിട്ട് ചിലർ പ്രചരിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഏറ്റുപാടി മുസ്ലിങ്ങളെ തലക്കിട്ട് കൊട്ടിക്കൊണ്ടിരിക്കുന്നവർ സത്യത്തിൽ അതിന്റെ വസ്തുത അറിയാതെയാണ്. അവർ നിരപരാധികളാണ്. ഇവർ പ്രചരിപ്പിക്കുന്ന പച്ച നുണകൾ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന പച്ച നുണകൾ അത് യഥാർത്ഥമാണ്, അത് ഇസ്ലാമിലുള്ളതാണ് എന്നൊക്കെ കരുതി എന്ത് ചെയ്യുന്നു, ഇവര് അങ്ങ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എന്തെങ്കിലും പറയാൻ പോയി കഴിഞ്ഞാൽ ഇനി വീണ്ടും മുസ്ലിം ശത്രുപക്ഷത്ത് വരും, അതുകൊണ്ട് മിണ്ടാതിരുന്നേക്കാം എന്ന് കരുതിയിട്ട് ഈ തലയെക്കെട്ട് മൗലവിമാര് അത് കേട്ടിട്ട് മിണ്ടാതെ കുത്തിയിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഞാനൊരു പണ്ഡിതനൊന്നും അല്ല. എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ തെളിവ് സഹിതം ഇവിടെ അവതരിപ്പിക്കാന്ന് കരുതാണ് വീഡിയോയില്. അതുകൊണ്ട് അന്ധമായ മുസ്ലിം വിരോധം തലയ്ക്ക് പിടിച്ചുകൊണ്ട് വെറുതെ നെഞ്ചത്ത് കയറിക്കൊണ്ടിരിക്കുന്ന ഈ യുക്തിവാദികൾ എന്ന് പറയുന്നവരും, അവർ മുസ്ലിങ്ങളെ നെഞ്ചത്ത് മാത്രമേ കയറുന്നുള്ളൂ. അതാണ് ഏറ്റവും രസം എന്ന് പറയുന്നത്. അതുപോലെ സംഘിക്കുട്ടന്മാരും അവരെല്ലാവരും ഈ വീഡിയോ ഒന്ന് മുഴുവനായി ഒന്ന് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കാം. നമുക്ക് ഓരോന്നൊന്ന് നോക്കാം. ഖുർആനിൽ സ്വന്തം മക്കളുമായി ദാമ്പത്യബന്ധം നടത്താമെന്ന് പറയുന്ന വാക്യങ്ങൾ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. അത്തരത്തിലുള്ള ബന്ധങ്ങൾ വളരെ വ്യക്തമായി നിരോധിക്കപ്പെട്ടിരിക്കുന്നതാണ്. അതായത് ഖുർആനിലെ സൂറത്ത് അന്നിസ 4:23 വളരെ വ്യക്തമായിട്ട് വിവാഹം ചെയ്യാൻ പാടില്ലാത്ത ഒരു ലിസ്റ്റ്, ആരൊക്കെ വിവാഹം ചെയ്യാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ആ ആയത്തിൽ വിവാഹം ചെയ്യാൻ പാടില്ലാത്ത സ്ത്രീകളെ വ്യക്തമായി പട്ടികപ്പെടുത്തുന്നത് ഈ രീതിയിലാണ്. ഒന്ന്, അമ്മമാർ. ഈ അമ്മമാർ എന്ന് പറയുന്നത് പ്രസവിച്ച അമ്മമാർ മാത്രമല്ല. അമ്മ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോ എന്റെ മാതാവ് എന്നെ പ്രസവിച്ച ശേഷം ഒരുപക്ഷെ അവർ ജോലിക്ക് പോയപ്പോഴോ മറ്റോ തൊട്ടടുത്തുള്ള ആരെങ്കിലും എനിക്ക് കൗതുകത്തിനോ അല്ലാതെയോ എനിക്ക് മുലപ്പാൽ തന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരും എൻ്റെ അമ്മയാണ്. മനസ്സിലായില്ലേ? അപ്പൊ എനിക്ക് 2 അമ്മമാരുണ്ട്. മാത്രമല്ല, എന്റെ പ്രായത്തിനനുസരിച്ചിട്ട് അവിടെ മറ്റൊരു മോളോ ഉണ്ടായിരുന്നു എന്ന് കരുതുക. ആ അമ്മയ്ക്ക് ആ മകൾ എന്റെ സഹോദരി, അതിന് പിന്നെ കല്യാണം കഴിക്കാൻ പറ്റൂല. അതാണ് ആ ബന്ധം എന്ന് പറയുന്നത്. അതായത് 2 അമ്മമാർ. അമ്മമാര് വിവാഹം കഴിക്കാൻ പാടില്ല. പുത്രിമാര്, മക്കള്, വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് മക്കളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന്. അങ്ങനെ മക്കളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്ന് എഴുതിയെടുത്താണ് ആരിഫ് ഹുസൈൻ പറഞ്ഞേക്കുന്നത് പെൺമക്കളെ വിവാഹം കഴിക്കാം, അവരുമായിട്ട് ശാരീരിക ബന്ധം സ്ഥാപിക്കാമെന്ന് ഖുർആൻ പറഞ്ഞതായിട്ട് പറയുന്നത്. പിന്നെ സഹോദരിമാർ. ഈ സഹോദരിമാരുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സ്വന്തം വാപ്പായാലും ഉമ്മായാലും ഉണ്ടാകുന്ന സഹോദരി മാത്രമല്ല, മുലകൂടി ബന്ധത്തിൽ സഹോദരിമാരായി പോയിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരായി പോയിട്ടുണ്ടെങ്കിൽ അവരെയും വിവാഹം കഴിക്കാൻ പറ്റൂല. അതുപോലെ പിതാവിന്റെ സഹോദരിമാര്, അവരെ കല്യാണം കഴിക്കാൻ പറ്റില്ല. മാതാവിന്റെ സഹോദരിമാരെ കല്യാണം കഴിക്കാൻ പറ്റില്ല. സഹോദരന്റെ മക്കളുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിക്കാൻ പറ്റില്ല. സഹോദരിയുടെ മക്കളെ കല്യാണം കഴിക്കാൻ പറ്റില്ല. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മുലകൂടി ബന്ധത്തിലൂടെ അമ്മയും സഹോദരിമാരും ആയി പോയവരുണ്ട്, അവരെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അമ്മായിയമ്മയെ കല്യാണം കഴിക്കാൻ പറ്റില്ല. ഭാര്യയുടെ മകൾ എന്ന് പറഞ്ഞാൽ ആ ഭാര്യ ഒരുപക്ഷെ നേരത്തെ കല്യാണം കഴിച്ച ഒരു മകൾ ഉണ്ടായിരുന്നിരിക്കാം. ഭർത്താവ് മരിച്ചിട്ടോ ഉപേക്ഷിച്ചിട്ടോ ഇദ്ദേഹം കല്യാണം കഴിച്ചതായിരിക്കാം. അതിൽ ഒരു വലിയ മകളുണ്ടെന്നുണ്ടെങ്കിൽ ആ മകളെ കല്യാണം കഴിക്കാൻ പാടില്ല. അത് ഭാര്യയുടെ മരണശേഷമായാലും അല്ലാതെ ആയാലും കല്യാണം കഴിക്കാൻ പാടില്ല. കാരണം അത് മകളുടെ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. പിന്നെ സ്വന്തം മകന്റെ ഭാര്യയെ കല്യാണം കഴിക്കാൻ പാടില്ല. അതേപോലെ ഒരേ സമയം 2 സഹോദരിമാരെ പോലും കല്യാണം കഴിക്കാൻ പാടില്ല. അതായത് മറ്റൊരു വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാം, ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുകയാണ്, എന്നാൽ അതിന്റെ അനിയത്തിയും കൂടെ അല്ലെങ്കിൽ അതിന്റെ ഏട്ടത്തെയും കൂടെ കല്യാണം കഴിച്ചേക്കാന്ന് വെച്ചാൽ അതുപോലും നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ആ ആയത്തിന്റെ കൃത്യമായ ഉദ്ദേശം എന്ന് പറയുന്നത് ഏതൊക്കെ ബന്ധങ്ങൾ വിവാഹത്തിന് ശാശ്വതമായി നിരോധിക്കപ്പെട്ടു എന്നത് വളരെ വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സ്വന്തം മകളുമായിട്ടുള്ള വിവാഹ ബന്ധം അല്ലെങ്കിൽ വിവാഹേതര ലൈംഗിക ബന്ധം അത് ഇസ്ലാമിൽ വളരെ വ്യക്തമായി നിരോധിക്കപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് നോക്കണം, വളരെ വ്യക്തമായിട്ട് ഖുർആനിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. അതായത് ആരിഫ് ഹുസൈൻ പറഞ്ഞിട്ടുള്ളത് പച്ച നുണയാണ്, പച്ച നുണയാണ്. പിന്നെ ഇസ്ലാമിന്റെ തലയിൽ വെച്ച് കിട്ടുന്ന വലിയൊരു ആരോപണമാണ് പ്രായപൂർത്തിയായ പെൺകുട്ടികളെ വിവാഹം കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. ആ മുസ്ലിങ്ങൾ പ്രായപൂർത്തിയാകാത്ത ആ പെൺകുട്ടികളെ
വിവാഹം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നു, ശൈശവ വിവാഹം പ്രോത്സാഹിപ്പിക്കുന്നു എന്നതാണ് പറയുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഒന്ന്, നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 18 വയസ്സാണ് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം വിവാഹ പരിധി. 18 വയസ്സ് പൂർത്തിയാകാത്തവരെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിയമം മാറും. അത് നമ്മുടെ ഇന്ത്യൻ നിയമമാണ്. ഇന്ത്യൻ സർക്കാർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ നിയമമാണത്. അത് നമ്മൾ അനുസരിക്കേണ്ട നിയമം. എന്നാൽ പ്രകൃതിയുടെ നിയമം അതാണോ? അല്ല. പ്രകൃതിയുടെ നിയമം എന്ന് പറയുന്നത് എപ്പോ ഒരു കുട്ടി മെൻസസ് ആവുന്നുണ്ടോ ആ സമയം മുതൽ ആ പെൺകുട്ടി മാതാവാകാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. അതിനുശേഷം ശാരീരിക ബന്ധം നടന്നു കഴിഞ്ഞാൽ ആ കുട്ടി അമ്മയാകും, പ്രസവിക്കും, പാൽ കൊടുക്കാൻ പറ്റും, എല്ലാം പറ്റും. പക്ഷെ നമ്മൾ മാനുഷികമായിട്ട് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശാരീരികമായി പാകത വന്നിട്ടുണ്ടെങ്കിലും മാനസികമായും കൂടി പാകത വന്നോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ നിയമം ഉണ്ടാക്കുന്നത്. അല്ലാതെ ആ സമയത്ത് ശാരീരിക ബന്ധം നടത്തിയാലോ കുട്ടി ഉണ്ടായി കഴിഞ്ഞാലോ ദാമ്പത്യ ബന്ധം നയിച്ചു കഴിഞ്ഞാലോ എന്തെങ്കിലും സംഭവിക്കുന്നു കരുതിയിട്ടല്ല. ആ ബാല്യവിവാഹങ്ങൾ, അതായത് 13 വയസ്സിലും 12 വയസ്സിലും 15 വയസ്സിലും ഒക്കെ കല്യാണം കഴിച്ചവരാണ് നമ്മുടെ മുത്തശ്ശിമാര്. നമ്മളൊന്ന് വീട്ടിൽ ചോദിച്ചു നോക്ക്. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? അതിനുശേഷം ഓരോ വർഷവും പറയുന്ന പെറ്റു കൂട്ടിയിട്ടുണ്ട്. 8ഉം 10ഉം 12 എണ്ണത്തിനെ. ഒരു ചുക്കും സംഭവിച്ചില്ല. അതായത് മനുഷ്യന്റെ ശരീരഘടന പ്രകൃതി ആ നിലയിൽ തന്നെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കത് പറ്റില്ല. അത് പറ്റില്ല. അതുകൊണ്ട് ഒരല്പം സ്വന്തം കാലിലൊക്കെ ഒന്ന് നിൽക്കാൻ, ഒന്നുമല്ലെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ തരണം ചെയ്യാനുള്ള ഒരു മാനസിക പക്വതയെങ്കിലും വന്നതിന് ശേഷം വിവാഹം കഴിച്ചാൽ മതി എന്ന് കരുതിയിട്ടാണ് നമ്മൾ 18 വയസ്സ് എന്നുള്ള ഒരു പരിധി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം 18 എന്നത് പ്രായപൂർത്തിയാകുന്ന ഒരു പ്രായമായി നമ്മൾ കണക്കാക്കുന്നു. ഇനി ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിവാഹം കഴിക്കാമെന്ന് ഖുർആൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് എടുത്ത് പൊക്കിക്കാണിക്കുന്ന ആയത്ത് ഏതെന്നറിയാമോ? സൂറത്ത് അത്തലാഖ് 65:4 എന്ന ആയത്താണ്. അതിന്റെ ഒരു ഭാഗം ചരിത്രപരമായിട്ട് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വെക്കുന്നുണ്ട്. സത്യത്തിൽ ഈ ആയത്ത് വിവാഹ മോചനത്തിന് ശേഷം സ്ത്രീകൾ പാലിക്കേണ്ട ഇദ്ദ, മനസ്സിലായല്ലേ? വിവാഹം മോചിപ്പിച്ച ശേഷം ഒരു നിശ്ചിത കാലയളവ്, ഇദ്ദ കാലയളവ് എന്നാണ് പറയുന്നത് ഇസ്ലാമിൽ. ആ ഒരു കാലയളവ് സംബന്ധിച്ചിട്ടുള്ള ആയത്താണ്. അതിൽ 3 വിഭാഗങ്ങളെ പരാമർശിക്കുന്നുണ്ട്. ആർത്തവ വിരാമം സംഭവിച്ചുള്ള സ്ത്രീകൾ, അതല്ലെങ്കിൽ ആർത്തവം ഉണ്ടായിട്ടില്ലാത്ത സ്ത്രീകൾ, അങ്ങനെ ഗർഭിണികൾ, ഇങ്ങനെയൊക്കെ വ്യത്യസ്തമായ രീതിയിൽ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് വിവാദ വിഷയമായത്? ഇവിടെയാണ് വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുള്ളത്. പരമ്പരാഗത ഇസ്ലാമിക വ്യാഖ്യാനം എന്ന് പറയുന്നത് പല ക്ലാസിക്കൽ തഫ്സീറുകളും എടുത്തു നോക്കിയിട്ടാണ്. അതായത് ഖുർആനുമായി ഇതിന് ബന്ധമൊന്നുമില്ല. ഓരോ പണ്ഡിതന്മാർ ഇവിടെ വന്നിട്ട്, പണ്ഡിതന്മാരെന്ന് പറയുന്നവരിവിടെ വന്നിട്ട് ഓരോ സമയത്തും ഓരോന്ന് ഉണ്ടാക്കി വെക്കും. അവർക്ക് അനുയോജ്യമായത് എന്തോ അതങ്ങോട്ട് എഴുതി വെക്കും. അത് ഈ കാലത്തുമുണ്ട്, പണ്ടത്തെ കാലത്തുമുണ്ട്. അങ്ങനെ എഴുതി വെച്ചിട്ടുള്ള തഫ്സീറുകൾ, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഹദീസുകൾ, ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട്. നബി പറഞ്ഞു, അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ചൊറിഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളത് പറയുമ്പോൾ തലക്കെട്ട് അവർ ചൊറിഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ കുറെ കാര്യങ്ങളോട് എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചതാണ് ഇവിടെ ഇന്ന് ഈ മുസ്ലിം സമൂഹത്തിനാകെ പ്രശ്നമായിരിക്കുന്നത്. അതാണ് അതിന്റെ വസ്തുത എന്ന് പറയുന്നത്. ഈ ആർത്തവം ഉണ്ടായിട്ടില്ലാത്തവർ എന്ന് പറയുന്നത് ഈ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യാഖ്യാനിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. സത്യത്തിൽ പ്രായപൂർത്തിയായിട്ട് അല്ലെങ്കിൽ 10, 20, 30 വയസ്സായിട്ട് ആർത്തവം ഇല്ലാത്തവരില്ലേ? ഇല്ലേ? ഉണ്ട്. അങ്ങനെയുള്ളവരെ ആയിരിക്കണം ഇവിടെ ഖുർആൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. കാര്യം മനുഷ്യരാശിക്ക്, മാനവരാശിക്ക് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെയുള്ളൊരു പ്രവാചകനും ഇവിടെ വന്നിട്ടുണ്ട്. ആ പ്രവാചകൻ ഇന്നത്തെ കാലത്ത് അന്ത്യപ്രവാചകനായി വന്ന് നിൽക്കുമ്പോൾ 18 വയസ്സാണ് വിവാഹപ്രായം, അതിനുശേഷമുള്ളവരെ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്ന് അറിയാത്ത ഒരു പ്രവാചകനാണെന്നാണ് കരുതിയേക്കുന്നത്. ആ പ്രവാചകൻ 6 വയസ്സിന്റെ കാര്യം പിന്നീട് പറയാം. അങ്ങനെ സംഭവിച്ചു എന്ന് പറയുമോ? ബാലവിവാഹം കഴിച്ചു എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോ ഇവിടെ ആർത്തവം എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ലാത്ത സ്ത്രീകൾ എന്ന് പറയുമ്പോൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ആണ്, അതുവരെ അത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുപേര് വളച്ചൊടിച്ച് എഴുതി വെച്ചതിനെയാണ് ഈ ബാലവിവാഹം നടന്നിരുന്ന സമൂഹം എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിന്റെ മണ്ടയിൽ കുതിര കയറിക്കൊണ്ടിരിക്കുന്നത്. നിയമപരമായി അതാണ് എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതൊരു പക്ഷേ പ്രായപൂർത്തിയാകാത്ത ചെറിയ പെൺകുട്ടികളെ കട്ടിയിട്ട് അവർക്ക് തോന്നിയാസം കാണിക്കാൻ വേണ്ടി അവർ ആഗ്രഹിച്ചിട്ട് എഴുതിയുണ്ടാക്കിയതായിരിക്കും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വരേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ അത് ഇസ്ലാമിന്റെ, അതായത് ഖുർആനിൽ അങ്ങനെ ഒന്നുമില്ല. ഖുർആനിൽ എടുത്തു വെച്ച് കെട്ടേണ്ട ഒരു ആവശ്യവുമില്ല. ആധുനിക വ്യാഖ്യാനം എന്ന് പറയുന്നത് ചില സമകാലിക മുസ്ലിം പണ്ഡിതന്മാർ ഈ വാചകം പ്രായപൂർത്തി ആയിട്ടും ആരോഗ്യ കാരണങ്ങളാൽ ആർത്തവം ആരംഭിക്കാത്ത സ്ത്രീകളെ സൂചിപ്പിക്കുന്നതാണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് നേരത്തെ എഴുതി വെച്ചിട്ടുള്ള ആ വിശദീകരണത്തേക്ക് മാറിയിട്ട് ഇന്നത്തെ കാലത്ത് അവർ ആ നിലയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർ അത് വിഷയമാക്കുന്നില്ല. പക്ഷെ പണ്ടത്തെ തരത്ത് താങ്ങി പിടിച്ചുകൊണ്ട് ചെറിയ പെൺകുട്ടികളെ കാണുമ്പോഴത്തേക്ക് കടികളാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോ ഖുർആനിലുണ്ട്, അല്ലെങ്കിൽ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ടെന്ന് ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും. പക്ഷെ അത് ഇസ്ലാമിന്റെ കീഴിൽ വെച്ച് കെട്ടരുത്. ഇസ്ലാം അതിന് കുറ്റക്കാരിലല്ല. എല്ലാ മതത്തിലും എല്ലാ വിശ്വാസികളുടെ ഇടയിലും ഇതുപോലെ ചില തലരിഞ്ഞുണ്ടാവും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ബാലവിവാഹത്തെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നില്ല. ഖുർആനിലെ 4, 6 വിവാഹത്തിനും സ്വത്ത് കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ള
പക്വത പരാമർശിക്കുന്നതായിട്ടുള്ള ഒരു ആയത്തുണ്ട്. അവിടെ ഇന്നത്തെ നിയമസ്ഥിതി, ഇന്ന് ഭൂരിഭാഗം മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളും വിവാഹത്തിന് നിയമപരമായി കുറഞ്ഞ പ്രായം നിശ്ചയിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളും 18 വയസ്സോ അല്ലെങ്കിൽ അതിനോട് അടുത്ത പ്രായവുമാണ് നിയമപരമായിട്ടുള്ള വിവാഹ പ്രായം എന്ന് പറയുന്നത്. ഇത് ഈ ആധുനിക നിയമങ്ങളുടെയും കുട്ടികളുടെയും അവകാശങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഖുർആനിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിവാഹം കഴിക്കണം എന്ന് വ്യക്തമായ ഒരു പരാമർശം ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അങ്ങനെ ഒന്നില്ല. പകരം പ്രായപൂർത്തിയായിട്ടുള്ള പക്വതയും പാകതയും ഉള്ളതിനെ കല്യാണം കഴിക്കുന്ന കാര്യമാണ് അവിടെയും ഉള്ളത്. എന്നാൽ 65(4) പരമ്പരാഗതമായിട്ടുള്ള പഴയ വ്യാഖ്യാനം ബാലവിവാഹം സാധ്യമായിരുന്ന ഒരു സാഹചര്യത്തെ അംഗീകരിക്കുന്നതാണെന്ന് പല ക്ലാസിക്കൽ പണ്ഡിതന്മാരും മനസ്സിലാക്കി വിളമ്പിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് അങ്ങനെയാണ്. നമുക്കറിയാമല്ലോ, പണ്ട് ശൈശവവിവാഹം ഉണ്ടായിരുന്ന ഒരു കാലമാണ് നമ്മുടെ ഇന്ത്യയിലും കടന്നു പോയിട്ടുള്ളത്. അന്നുള്ളവർക്ക് ഇത് കാണുമ്പോൾ അതിന്റെ കൂടെ പിന്നാലെ അങ്ങോട്ട് പോകും. പക്ഷെ ഇന്നുള്ളവർ അതിന്റെ പിന്നാലെ പോവില്ല. അത്ര മനസ്സിലാക്കിയാൽ മതി. മുസ്ലിങ്ങളെ നെഞ്ചത്ത് കയറാനുള്ള അടുത്തൊരു പോയിന്റാണ്, മുസ്ലിം അല്ലാത്തവരെ കണ്ടാൽ കൊന്നുകളയെ, കണ്ടടത്ത് വെച്ച് കൊന്നുകളാൻ പറയുന്ന ഒരു ആയത്ത് ഖുർആനിലുണ്ട്. അത് ഹിന്ദുക്കളെ മുഴുവൻ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പ്രചരിക്കുന്നത്. അങ്ങനെയാണ്. ഇവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിച്ചാലേ ചിലർക്ക് രക്ഷയുള്ളൂ എന്നതുകൊണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും അങ്ങനെയാണല്ലോ വെക്കുന്നത്. അപ്പൊ മുസ്ലിങ്ങളല്ലാത്ത മുഴുവൻ ആൾക്കാരും കാഫറുകളാണ്, അവരെ മുഴുവൻ കൊന്നുകളയണമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഖുർആൻ നിരോധിക്കണം എന്നാണ് പറയുന്നത്. എന്നാൽ മുസ്ലിം അല്ലാത്തവരെ കണ്ടാൽ കൊന്നുകളയുക എന്ന ഒരു നിർദ്ദേശം ഖുർആനിൽ ഇല്ല എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഒരു പരാമർശം ഖുർആനിലേ ഇല്ല. എന്നാൽ യുദ്ധ സാഹചര്യങ്ങളിൽ പോരാടുന്ന ശത്രുക്കള്, അവരെ കുറിച്ച് കടുത്ത ഭാഷ ഉപയോഗിക്കുന്ന ആയത്തുകൾ ഖുർആനിലുണ്ട്. അപ്പൊ സന്ദർഭത്തിൽ നിന്ന് വേർപെടുത്തി എടുത്തിട്ട് അത് ഉച്ചരിക്കുമ്പോഴാണ് തെറ്റിദ്ധാരണകൾ ഉണ്ടാവുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. എല്ലാ പാകിസ്ഥാനികളെയും വെടിവെച്ച് കൊല്ലണം എന്ന് നമ്മൾ പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? എല്ലാ പാകിസ്ഥാനികളെയും വെടിവെച്ച് കൊല്ലണം എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിലുള്ള അവിടുത്തെ പ്രധാനമന്ത്രി മുതൽ താഴേക്ക് മുഴുവൻ എണ്ണത്തിനെയും കൊന്ന് അങ്ങ് വെടിപ്പാക്കണം എന്നാണ് അതിനർത്ഥം. നമ്മൾ അർത്ഥമാക്കുന്നത്, നമ്മുടെ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇവിടെ ആക്രമിച്ച്, ഇപ്പൊ പെഹൽഗാം പോലെ ഒരുപാട് ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ തെമ്മാടിത്തരം കാണിച്ച് നമ്മുടെ രാജ്യത്തിന് അപകടം വരുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പാകിസ്ഥാനികളെ നേരത്തെ നിർത്തി അങ്ങ് വെടിവെച്ച് കൊല്ലണം. ഇത് തന്നെയല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ? ഇതാണ് ഇതിന്റെ സീരിയസ് ആയിട്ട് ഇതിനൊന്ന് ലളിതവൽക്കരിച്ച് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ പറയാൻ പറ്റുന്നത്. പ്രധാനപ്പെട്ട ചില ആയത്തുകൾ, ഇപ്പൊ സൂറത്ത് അത്തൗബ 9:5. ഈ ഇസ്ലാമില് പവിത്രമായ മാസങ്ങൾ കഴിഞ്ഞാല് ബഹുദൈവ വിശ്വാസികളെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന വിഭാഗത്തെ എവിടെ കണ്ടാലും നേരിടുക എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ പവിത്രമായ മാസങ്ങൾ എന്നാണ്. റമദാൻ പോലുള്ള കുറച്ച് മാസങ്ങളുണ്ട്. ഈ ആയത്ത് പലപ്പോഴും എല്ലാ അമുസ്ലിങ്ങളെയും കൊല്ലാൻ ഖുർആൻ പറയുന്നു എന്ന രീതിയിൽ ഉദ്ധരിച്ച് മറ്റുള്ളവർ, ഇസ്ലാമിന്റെ ശത്രുക്കൾ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ എതിർക്കാൻ നിൽക്കുന്നവരെടുത്ത് ഉപയോഗിക്കുന്ന ഒരു ആയത്താണ്. മദീനയിലെ മുസ്ലിങ്ങളുമായി ഒരു കരാറുണ്ട്. ഏത്? മുസ്ലിങ്ങളുടെ ശത്രുക്കൾ. ഇപ്പൊ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു കരാറുണ്ട്. ആ കരാർ അനുസരിച്ചിട്ടാണ് പാകിസ്ഥാനും ഇന്ത്യയും പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കരുതുക. അപ്പൊ അത്തരത്തിലുള്ളൊരു കരാറ് അമേരിക്കയും ഇറാനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടല്ലോ അവർ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരു കരാർ ഉണ്ടെന്ന് കരുതുക. അത്തരത്തിലൊരു കരാർ ലംഘിച്ച് യുദ്ധം ചെയ്ത അറേബ്യയിലെ ഗോത്ര സമൂഹങ്ങളെ സംബന്ധിച്ചിട്ടാണ് അത് അവിടെ ആയത്ത് വരുന്നത്. ഉടമ്പടി പാലിക്കാതെ വന്നു കയറി ചൊറിയാൻ വരുന്നവരെ വെച്ചേക്കണ്ടെന്ന് പറയുന്നുണ്ട്. അത് തന്നെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പാകിസ്ഥാനോട് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ? ഉടമ്പടി എന്താണ്? രണ്ട് രാജ്യങ്ങളും സ്വതന്ത്ര രാജ്യമായിട്ട് രണ്ട് രാജ്യങ്ങളാക്കുമ്പോൾ അവർ സർവതന്ത്ര സ്വതന്ത്ര രാജ്യങ്ങളായി അവർ കഴിഞ്ഞു പോയിക്കൊള്ളണം. 47-ലെ കരാർ അതല്ലേ? അങ്ങനെയല്ലേ രണ്ട് രാജ്യങ്ങളായി മാറുന്നത്? ഇനി അതല്ല, ഇന്ത്യക്ക് ഒരു സമാധാനവും സ്വസ്ഥയും തരൂല എന്ന് പറഞ്ഞ് കയറി ചൊറിയുമ്പോഴല്ലേ നമ്മൾ മാന്തി കൊടുക്കുന്നത്. അല്ലാതെ നമ്മളെ ചൊറിയാത്ത ആരെങ്കിലും നമ്മൾ മാന്തുന്നുണ്ടോ? ഇല്ല. പാകിസ്ഥാനിൽ എത്ര ആൾക്കാരുണ്ട്? അവരാരെങ്കിലും നമ്മൾ വല്ലതും ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല. നമ്മുടെ രാജ്യത്ത് കയറി ചൊറിയുന്ന ഭീകരവാദികൾ, അവരെ നമ്മൾ തീർത്തു കളയുന്നു. അത്രേ ഉള്ളൂ. അവർ തമ്മിലുള്ള കരാർ, ആ കരാർ പാലിച്ച് മുന്നോട്ട് പോകുന്നവരെ ഇസ്ലാം ഒന്നും ചെയ്യുന്നില്ല. ആ കരാർ ലംഘിച്ചുകൊണ്ട് മുസ്ലിങ്ങളെ നെഞ്ചത്ത് കയറാൻ വരുന്നവരെ വെച്ചുകൊണ്ടിരിക്കേണ്ടെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അന്നും ഇന്നും അത് തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ പറയുന്നത് അത് തന്നെയാണ്. എവിടെ തെറ്റ്? പക്ഷെ ഖുർആനിൽ ഒന്നുകൂടി പറയുന്നുണ്ട്, കരാർ ലംഘിച്ചിട്ട് ഈ മുസ്ലിമിനോട് ഇസ്ലാമിനോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നവർ. 9:6 പറയുന്നത്, ആ ഒരു പക്ഷത്തിൽപ്പെട്ട ശത്രുപക്ഷത്തിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ അഭയം തേടിയിട്ട് നമ്മളടുത്ത് വന്നാൽ, ഏത് ഈ പറയുന്ന നമ്മളടുത്ത് വന്നിട്ട് കൈ പൊക്കി കാണിച്ചു കഴിഞ്ഞാൽ, വെള്ളക്കൊടി വീശി കഴിഞ്ഞാൽ അവന് സർവ്വ സുരക്ഷയും നൽകുകയും അവനെ സുരക്ഷിത സ്ഥാനത്ത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം ഈ വിശ്വാസിക്കുണ്ട് എന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? നമ്മളത് ചെയ്യുന്നുണ്ടോ? ഇന്ത്യയിൽ കയറി വെടിവെക്കുന്നു. ഇന്ത്യയിൽ കയറി വെടിവെച്ചിട്ട് ഇന്ത്യയിൽ സർവനാശം വിതയ്ക്കുന്നു. അവനെ നമ്മൾ വെടിവെച്ചു കൊല്ലാൻ നിൽക്കുമ്പോൾ, അവനെ നമ്മൾ പിടിച്ചുകൊണ്ട് വരുമ്പോൾ, നമ്മൾ നേരെ കാശ്മീരിലേക്ക് കൊണ്ടുവന്ന് അവനെ കാച്ചിക്കളയാൻ നോക്കുമ്പോൾ കൈ പൊക്കിയിട്ട് വെള്ളക്കൊടി കാണിച്ച് പറയാണ്, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചോളാം,
ഞാൻ ഇനി ഇന്ത്യയോട് കൂറുള്ളവനായിരുന്നോളാം, ഞാനിവിടെ യാതൊരു തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും വരില്ല, ഒന്നിനും ഞാൻ വരില്ല എന്ന് പറഞ്ഞാൽ ഇന്ത്യ വെറുതെ ഇരിക്കും? ഇല്ല. ആ വാക്കൊക്കെ അവിടെ പറയും, അവനങ്ങ് തീർക്കും. അത്രേ ഉള്ളൂ. കാരണം ഇവിടെ അവൻ കുറ്റം ചെയ്തവനാണ്, നമ്മുടെ രാജ്യത്ത് അസ്ഥിരത ഉണ്ടാക്കിയവനാണ്. ആ ഒരു ദയ അവിടെ കാണിക്കില്ല. പക്ഷെ ഇസ്ലാം അവിടെ പറഞ്ഞത് അത്തരത്തിൽ ആരെങ്കിലും മാനസാന്തരപ്പെട്ടു കഴിഞ്ഞാൽ അവനെ സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. ആ ഒരു വാക്യത്തെ എടുത്തുകൊണ്ടാണ് ഇവിടെ അമുസ്ലിങ്ങളെ മുഴുവൻ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയണം എന്ന രീതിയിൽ ഖുറാനിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് കാഫിറുകളെ മുഴുവൻ കൊന്നുകളയണം എന്ന് പറഞ്ഞിട്ട് ഇത്തരം വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്. ഇനി അൽബക്ര സൂറത്ത് 2:190 നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക, എന്നാൽ അതിര് വിടരുത്, അതിര് വിടുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നത് ആരോടാ പറഞ്ഞത്? ഈ യുദ്ധം ചെയ്യുന്ന മുസ്ലിങ്ങളോടാ പറഞ്ഞത്. നിങ്ങളോട് അടിക്കാൻ വരുന്നവരെ, നിങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടിക്കുന്നവരെ, നിങ്ങളുടെ ശത്രുക്കളെ അവരോട് നിങ്ങൾ ദൈവമാർഗത്തിൽ യുദ്ധം ചെയ്യുക. ദൈവം പറഞ്ഞിട്ടുണ്ട്, ധാർമ്മികത വിട്ട് നിങ്ങൾ ഒന്നും ചെയ്യരുത്, അവരുടെ സ്ത്രീകളെ ഒന്നും ഉപദ്രവിക്കരുത്, കുട്ടികളെ ഉപദ്രവിക്കരുത്, നിങ്ങളോട് ഐക്യപ്പെടുന്നവരെ അല്ലെങ്കിൽ നിങ്ങളോട് അഭയം ചോദിക്കുന്നവരെ, നിങ്ങളോട് ശത്രുതയില്ലാത്തവരെ, ഇവരാരെ നിങ്ങൾ ആക്രമിക്കരുത് എന്നാ പറയുന്നത്. അത്തരത്തിലുള്ള വഴിവിട്ട് കാര്യങ്ങൾ, ഇതിനെയൊക്കെ വഴിവിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല, ദൈവം ഇഷ്ടപ്പെടുന്നില്ല എന്നാ പറയുന്നത്. അത്രയ്ക്ക് കർശനമായ യുദ്ധ സന്ദർഭത്തിൽ പോലും കൃത്യമായ നിബന്ധനകൾ കൊടുത്തിട്ടുള്ള ആ വാക്യങ്ങൾ എടുത്തുകൊണ്ടാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തില് എന്താണ് പറയുന്നതെന്ന് അറിയില്ലല്ലോ. അറബിയിൽ എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് ഈ പാവപ്പെട്ട ഹിന്ദുക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ അല്ലെ ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നവരോ അവർക്ക് അറിയില്ലല്ലോ. ഇവര് പറഞ്ഞു കൊടുക്കുന്നതല്ലാതെ അവർ പറയുന്നത് ഖുറാനിൽ പറഞ്ഞേക്കുന്നതേ ഇവിടെ മുസ്ലിങ്ങളല്ലാത്തവരെ മുഴുവൻ കൊന്നുകളയാനാണ് പറയുന്നത് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കിയാൽ ഇത്രയേ ഉള്ളൂ. ചുരുക്കി പറയുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള തെളിവുകൾ ഒരുപാട് ഖുറാനിലുണ്ട്. ഇപ്പൊ സൂറത്ത് അൽ മുദ്ദഹന 68 അതിൽ പറയുന്നത് എന്താ? മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവരോട് അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്തവരോട്, അങ്ങനെ നിങ്ങൾ നീതിയും നന്മയും പുലർത്തുന്നതിൽ അള്ളാഹു നിങ്ങളെ വിലക്കുന്നില്ല എന്നാണ് പറയുന്നത്. അത് ആ ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്. അവരെ നീതിയും മറ്റു കാര്യങ്ങളും ബോധത്തോടുകൂടി സംരക്ഷിക്കുകയോ കാണുകയോ ഒക്കെ ചെയ്യണം. കാരണം മതത്തിന്റെ പേരിൽ നിങ്ങളോട് ആരും യുദ്ധം ചെയ്യാൻ വരുന്നില്ല, നിങ്ങൾ മുസ്ലിം ആയതുകൊണ്ട് നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്നില്ല, നിങ്ങളെ വീടുകൾ നിങ്ങൾ പിടിച്ചിറക്കി വിടാൻ നോക്കുന്നില്ല എന്നൊക്കെ പറയുന്നത്. ഇനി ഇതിന്റെ മറ്റൊരവസ്ഥ ഞാനൊന്ന് പറഞ്ഞുതരാം. എന്താണ് ഗസയിൽ സംഭവിക്കുന്നത്, പലസ്തീനിൽ സംഭവിക്കുന്നത്? അവിടെ ഇസ്രായേൽ കടന്നു കയറി അവരധ്വാനിച്ച് വളരെ കഷ്ടപ്പെട്ട് വെച്ചൊരു വീട്ടിൽ നിന്ന് പെട്ടെന്നൊരു ഒരു ജൂതൻ അങ്ങോട്ട് കയറി ചെന്നിട്ട് പറയാണ്, ഇന്നു മുതൽ ഇന്ന് എന്റെ വീടാണ്, നീ ഇവിടുന്ന് ഇറങ്ങിപ്പോന്ന് പറയാണ്. നമുക്കത് ചിന്തിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നിങ്ങളെ വീട്, ആ വീട്ടിൽ നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ അമ്മയും മക്കളും കുട്ടികളും എല്ലാവരുമായിട്ട് സുഖമായിട്ട് ജീവിക്കുന്ന സമയത്ത് നാളെ മറ്റൊരു കൂട്ടർ വന്ന് പറയണം നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങണം, ഇത് ഇനി എന്റെ വീടാണ്, നിങ്ങൾ വേറെ വഴിക്ക് പോകുന്ന ഇറക്കി വിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? അതാണ് ഇന്ന് ലോകത്തെ പശ്ചിമേഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് അവിടുത്തെ മുസ്ലിം സമൂഹം യുദ്ധം ചെയ്യുന്നത്, എതിർക്കുന്നത്. അതിനെയാണ് നിങ്ങൾ തീവ്രവാദം എന്ന് വിളിക്കുന്നത്. മനസ്സിലാക്കണത്? അപ്പൊ ആ ഒരു അവസ്ഥ, അത്തരത്തിൽ നിങ്ങളെ ഇറക്കി വിടാത്ത അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത ആരോടും നിങ്ങൾ യുദ്ധം ചെയ്യരുതെന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതായത് സമാധാനം പഠിപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതിനെ ഈ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് സത്യത്തിൽ ഏതെങ്കിലും ഒരു മതത്തെ അല്ലെങ്കിൽ ഒരു കുറെ വിശ്വാസികളെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മാത്രമേ തങ്ങളുടെ രാഷ്ട്രീയം വളർത്തിയെടുക്കാൻ കഴിയൂ എന്നതുകൊണ്ടാണ് അങ്ങനെ പച്ചയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് ആക്ഷേപിച്ചുകൊണ്ട് ഈ വളർത്തിക്കൊണ്ടിരിക്കുന്നത്, വർഗീയത വളർത്തിക്കൊണ്ടിരിക്കുന്നത്. അൽ മായിദ പറയുന്നത് എന്താ? 5:32 പറയുന്നത് എന്താ? ന്യായമായ കാരണമില്ലാതെ ഒരു ജീവനെ കൊലപ്പെടുത്തുന്നത് മനുഷ്യരാശിയെ മുഴുവൻ കൊന്നതുപോലെയാണ് എന്നാണ്. അത് ശത്രുവല്ല, ആര് തന്നെ ആയിരുന്നാലും. ഇപ്പൊ നമ്മുടെ ശത്രു രാജ്യത്തെ പാകിസ്ഥാൻ നമുക്ക് ശത്രുരാജ്യമാണ്, നമ്മൾ ഒരു നിലയ്ക്കും അവരോട് യോജിച്ചു പോകില്ല. അതിൽ കുറെ ആൾക്കാർ ഇന്ത്യൻ അനുകൂലികളുണ്ട്, ഇന്ത്യയോട് സ്നേഹമുള്ളവരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവിടെ ഇന്ത്യ തകരണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം ചിന്താഗതിയുണ്ട്. ഇന്ത്യക്കാർ എവിടെ കണ്ടു കഴിഞ്ഞാലും തെറി വിളിക്കുക, കാക്കിച്ചു തുപ്പുക, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അവരെ വെടിവെച്ചെല്ലാം നടക്കുന്നുണ്ടോ? ഇല്ല. കാരണം അവർ നമ്മളെ ശത്രുക്കളാണ് എന്ന് കരുതിയിട്ട് നമ്മളെ ചൊറിയാൻ വരുന്നില്ല, നമ്മളെ കയറി ആക്രമിക്കുന്നില്ല, നമുക്ക് മറ്റേ യാതൊന്നുമില്ല. അവന്റെ മനസ്സിൽ വിഷം കൊണ്ട് കലക്കിയിട്ട് പറഞ്ഞു കൊടുക്കുന്ന നടന്നോട്ടെ. മനസ്സിലായില്ലേ? അതെന്തോ ആയിക്കോട്ടെ, നമ്മുടെ മേത്തേക്ക് എടുക്കാത്തടത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യണ്ട? അങ്ങോട്ട് എടുക്കണ്ട. ഇനി അങ്ങനെയുള്ള ആരെങ്കിലും ഒരാളെ നിങ്ങൾ അതിന്റെ വിദ്വേഷത്തിന്റെ പേരിൽ നിങ്ങൾ കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരെയും കൊന്നതുപോലെയാണ് അതിനെ കണക്കാക്കുക എന്നാണ് പറയുന്നത്. ഇത് സത്യത്തിൽ ഇത് ഇസ്രായേൽ മക്കൾക്കുള്ള ഒരു നിയമമായിട്ടാണ് പരാമർശിക്കുന്നതെങ്കിലും മനുഷ്യ ജീവന്റെ വിലയെക്കുറിച്ചാണ് മുസ്ലിം പണ്ഡിതരും മറ്റും ഇപ്പൊ ഇത് ഒരു ആയത്ത് ഇത് വായിച്ചു മനസ്സിലാക്കുന്നത്. കാരണം ഇന്നത്തെ ഇസ്രായേലിലാണ് ഇമാതിരിയുള്ള തെമ്മാടിത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഗാസയിലും പലസ്തീനും ഒക്കെ അവർ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അത് നമുക്കറിയാമല്ലോ എന്താണെന്നുള്ളത്. ഏതായാലും മുസ്ലിം അല്ലാത്തവരെ അവർ മുസ്ലിം ആകുന്നത് വരെ എന്ത് ചെയ്യുക? അവർ പീഡിപ്പിക്കുക, അതല്ലെങ്കിൽ മുസ്ലിം ആയില്ലെങ്കിൽ കൊന്നുകളയുക എന്ന് പറയുന്ന ഒരു
ഒരു സന്ദർഭവും അല്ലെങ്കിൽ ഒരു ആശയവും അതുപോലെയുള്ള ഒരു കാര്യവും ഖുർആനിലില്ല. ഒരു മുസ്ലിമും അങ്ങനെ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഏതെങ്കിലും മുസ്ലിം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ മുസ്ലിമും അല്ല, അവൻ ഇസ്ലാമിൽപ്പെട്ടവനല്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ മുസ്ലിമിനെ അവഹേളിക്കുന്ന മറ്റൊരു കാര്യം, മുഹമ്മദ് നബി കല്യാണം കഴിച്ചത് ഏത്? ആയിഷ എന്ന ഒരു 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 വധുവിനെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അതിനെ 6 വയസ്സിലാണ് കല്യാണം കഴിച്ചത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്. നാണോ മാനും ഉളുപ്പുണ്ടോ? മര്യാദയ്ക്ക് പല്ലുപോലും മുളയ്ക്കാത്ത ഒരു ചെറിയ ഒരു കുരുന്നിനെ, അത് മണ്ണപ്പ ചുട്ട് നടക്കേണ്ട പ്രായത്തിൽ കല്യാണം കഴിച്ചിട്ട്, അതും 10-50 വയസ്സുള്ള ഒരാൾ കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ കൊച്ചുമക്കളെ പ്രായമല്ലേ ഉള്ളൂ. ചെറ്റത്തരമല്ലേ കാണിച്ചത്? ഇയാളൊക്കെ ആണോ പ്രവാചകൻ എന്ന രീതിയിൽ അവഹേളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കാം, മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് മുഹമ്മദ് നബി അന്ത്യപ്രവാചകനാണ് എന്നാണ്. ആ അന്ത്യപ്രവാചകന് ഈ മനുഷ്യവംശം എത്ര കാലം നിലനിൽക്കുന്നു അതുവരെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ബോധമുള്ളവനായിരിക്കണം. കാര്യം അങ്ങനെ ഉള്ളവനെ മാത്രമേ പ്രവാചകരെ നിയമിക്കൂ, ദൈവം നിയമിക്കൂ. നമ്മളെ വിശ്വാസമാണ്. നേരത്തെ ആരിഫ് ഹുസൈൻ പറഞ്ഞ പോലെ, ആരിഫ് ഹുസൈനെ പോലുള്ള അവിശ്വാസികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. അവർക്കും തെളിയിക്കാൻ കഴിയില്ല, പക്ഷെ ഞാൻ വിശ്വാസികളുടെ കാര്യം പറയുന്നത്. അവർക്ക് ഒരു കാരണവശാലും അത് പറ്റില്ല. ഇവിടെ ഈ 6 വയസ്സുള്ള ആയിഷ എന്ന് പറയുന്ന ഒരു കുട്ടീനെ വിവാഹം കഴിച്ചതായിട്ട് ഖുർആനിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, എവിടെയും കാണാൻ കഴിയില്ല. കാര്യം അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, കുറെ ഹദീസുകളുണ്ട്. ഇവിടെ നമ്മുടെ തലക്കെട്ടുകാർക്ക് ചൊറിഞ്ഞിട്ട് കാര്യമില്ല. കുറെ ഹദീസുകളുണ്ട്. അതായത് നബി മരണപ്പെട്ട് കഴിഞ്ഞ ശേഷം, വർഷങ്ങൾക്ക് ശേഷം നബി അത് പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്ന് പടച്ചുണ്ടാക്കിയിട്ടുള്ള കുറെ ഏടും കെട്ടുകളും, അതിനാണ് ഈ ഹദീസ് എന്ന് പറയുന്നത്. അതിലുള്ളതും ഉണ്ട്, ഇല്ലാത്തതും ഉണ്ട്, എല്ലാം ഉണ്ട്. ഓരോ സന്ദർഭം വരുന്ന അനുസരിച്ചിട്ട്, ആ സന്ദർഭത്തിനനുസരിച്ചിട്ട് അവനവന് യോജിച്ച വിധം, അന്ന് നബീന്റെ സഹാബാക്കൾ, ഇന്ന കൂടെ ഉണ്ടായിരുന്ന ഇന്ന ആള്, ഇന്നത് നബി ഇന്നതും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, ഇന്ന രീതിയിൽ പറഞ്ഞായിട്ട് ഇത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് നബി അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ നബി അല്ലേ പറഞ്ഞത്, എന്നാ പിന്നെ കുഴപ്പമില്ലല്ലോ, അത് ചെയ്യാമല്ലോ. കാര്യം നബീന്റെ വാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ തിരുത്താനില്ല, അത് തിരുത്തി മാറ്റി കുറിക്കാനില്ല. അതുകൊണ്ട് നബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ തിരുവായ്ക്ക് എതിർവായി ഇല്ല എന്നതുകൊണ്ട് നബിയുടെ 6 വയസ്സിന് ഏതെങ്കിലും ഒരു മരക്കോന്നൻ 6 വയസ്സുള്ള ഒരു പെൺകുട്ടിയോട് കാമം തോന്നിയിട്ടുണ്ടാവും, ഉണ്ടാവുന്നേ. നേരത്തെ പറഞ്ഞിരുന്നത് പോലെ അയാൾക്ക് തോന്നിയപ്പോ നബി അന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അതിന് ഹദീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്ത് ചേർത്തതാണ് 6 വയസ്സിന്റെ ഹദീസ്. ഹദീസ് ഗ്രന്ഥങ്ങളിലല്ലാതെ വേറെ എവിടെയെങ്കിലും ഈ വിവരം ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും? ഹദീസ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രാമാണിക ഗ്രന്ഥ? ഖുർആൻ പറഞ്ഞേക്കണം എന്താണെന്നറിയാം? ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തർക്കം ഉണ്ടായാൽ, നിങ്ങളുടെ വിശ്വാസത്തിലോ മറ്റേതെങ്കിലുമോ ഒരു തർക്കം ഉണ്ടായാൽ നിങ്ങൾ ഖുർആനിലേക്ക് മടങ്ങുക എന്നാണ് പറഞ്ഞത്. അതായത് ഖുർആനാണ് അടിസ്ഥാന ഗ്രന്ഥം, ഹദീസ് അല്ല. ഹദീസിൽ നിങ്ങൾക്കൊരു തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഖുർആനിലേക്ക് നോക്ക്. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ലൈഫിനെ കുറിച്ച് ഒരു തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഖുർആനിലേക്ക് നോക്ക്. നിങ്ങൾ എന്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു തർക്ക വിതർക്കം, വിശ്വാസത്തെ കുറിച്ച് എന്തും ഒരു വിഷയം വന്നാൽ നിങ്ങൾ ഖുർആനിലെ നോക്ക്, ഖുർആൻ എന്ത് പറഞ്ഞു എന്ന് നോക്ക് എന്നാണ് പറയുന്നത്. ഖുർആനിൽ 6 വയസ്സുകാരെ അല്ലെങ്കിൽ ഒരു ശൈശവ വിവാഹം നടന്നതായിട്ട് എവിടെയും ഇല്ല, അങ്ങനെ നടന്നിട്ടുമില്ല. പിന്നെ ചില കഥകൾ പറയുന്നത് ആയിഷാനെ 6 വയസ്സിൽ കല്യാണം കഴിച്ചു എന്നാണ്. അത് ചില ഹദീസാണ് പറയുന്നത്. പക്ഷെ ആ കഥ പരിശോധിച്ചാൽ, നബിയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ 6 വയസ്സിൽ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാവും. കാരണം ആ കല്യാണത്തിന് മധുവിന്റെ സമയത്ത് നബി അവിടെ വേണ്ടേ? അതുകൊണ്ട് ഈ കഥകൾ പറയുമ്പോൾ തമ്മിൽ ചേരൂല. നുണക്കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ തമ്മിൽ ചേരൂല. സത്യമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോ വേണമെങ്കിലും കയറി എന്ന് പറയാം. കോടതിയിൽ സത്യം പറയാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. കാരണം എന്താണ്, അവിടെ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ സത്യമായതുകൊണ്ട് എങ്ങനെ വളച്ചും തിരിച്ചും ചോദിച്ചു കഴിഞ്ഞാലും അത് തന്നെ നമുക്ക് പറയാൻ പറ്റും. നേരെ മറിച്ച് നുണ പറഞ്ഞാലോ, നുണ പറയുമ്പോൾ താൽക്കാലികമായിട്ട് ഒരു നുണ ഉണ്ടാക്കി വെക്കും. പക്ഷെ അതിന് മുമ്പ് പറഞ്ഞിട്ടുള്ള പലതുമായിട്ടും മാച്ച് ചെയ്യില്ല, മിസ്മാച്ച് ചെയ്യില്ല. അതിന് പറയുന്നത് ലൈഫായിട്ടുള്ള ഹദീസുകൾ ഉണ്ടെന്ന് പറയും. അതായത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഹദീസുകൾ ഉണ്ടെന്ന് മറ്റൊരു മറുവാദം ഉണ്ടാക്കി വെച്ചു. അതായത് ഖുർആന്റെ സ്ഥാനത്ത് ഉപയോഗിക്കുന്ന പ്രാമാണിക ഗ്രന്ഥമായ ഹദീസിൽ നല്ലതും ഉണ്ട്, ചീത്തയുണ്ട് അത്രേ. അങ്ങനെ വരുമോ? അങ്ങനെ വരാൻ സാധ്യതയുണ്ടോ? എങ്ങനെയാണ് നല്ലതും ചീത്ത ഉണ്ടാകുന്നത്? ഇന്നിപ്പോ ഞാനൊരു ഹദീസ് ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ അത് എനിക്ക് നല്ലത്, വേറൊരുത്തന് മോശം. നാളെ അത് തന്നെ മറ്റൊരാൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അവനത് നല്ലത്, ബാക്കിയുള്ളവർക്ക് മോശം. ഇത്രയേ ഉള്ളൂ കേസ്. അതുകൊണ്ട് ഹദീസ് അല്ല അവിടെ പ്രാധാന്യത്തോടെ എടുക്കേണ്ടത്, ഖുർആൻ എന്ത് പറയുന്നു എന്നാണ്. ഖുർആനിൽ നബി 6 വയസ്സിൽ കല്യാണം കഴിച്ചു എന്ന് പറയുന്നതിന് ഒരു തെളിവുമില്ല. ഹദീസ് പറയുന്നത് ഒന്ന് വ്യാഖ്യാനിച്ചു നോക്കുകയാണെങ്കിൽ, കൃത്യമായി എടുത്ത് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയില്ല. ഖുർആനിലെ നബിയുടെ ഭാര്യമാരെ കുറിച്ച് പരാമർശമുണ്ട്. ഇപ്പൊ 33:6, 33:28, 34, 33:50, 53. എന്നാൽ ഇതില് ആയിഷയെ വിവാഹം കഴിച്ച സമയത്തെ അല്ലെങ്കിൽ പ്രായത്തെ എവിടെയും പറയുന്നില്ല. ഹദീസുകളിൽ എന്താ പറയുന്നത്?
ചില പ്രാമാണിക ഹദീസ് സമാഹാരങ്ങളിൽ, പ്രത്യേകിച്ച് സഹീഹുൽ ബുഖാരി അല്ലെങ്കിൽ സഹീഹ് മുസ്ലിം എന്നിവയിലെ ആയിഷ തന്നെ ഉദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ട് പ്രകാരം വിവാഹം കരാർ നടന്നപ്പോൾ പ്രായം 6 വയസ്സ്, ദാമ്പത്യ ജീവിതം ആരംഭിച്ചപ്പോൾ പ്രായം 9 വയസ്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആര്? ആയിഷ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ ചോദിക്കട്ടെ, 6 വയസ്സായ ഒരു ആയിഷ അല്ലെങ്കിൽ 9 വയസ്സായ ഒരു ആയിഷ, അതിന് എത്ര ഓർമ്മയുണ്ടാവും? അങ്ങനെയാണെങ്കിൽ കുറെ കാലങ്ങൾക്ക് ശേഷം ആയിഷ കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊന്ന് ആലോചിച്ചാൽ മതി. അതായത് എഴുതി വെക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും പണ്ടാരം അടക്കിയിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ എഴുതി വെക്കുന്നത്. പക്ഷെ ഇതിലൊരു വിവാദമുണ്ട്. ആധുനിക കാലത്തെ ചില മുസ്ലിം ഗവേഷകര്, ചരിത്രകാരന്മാരുണ്ട്. അവര് ആയിഷയുടെ സഹോദരി അസ്മയുടെ പ്രായം, ആദ്യകാല ഇസ്ലാമിക സംഭവങ്ങളുടെ കാലക്രമം, മറ്റ് ചരിത്ര സ്രോതസ്സുകൾ, ഇങ്ങനെയുള്ള പലതിന്റെ അടിസ്ഥാനത്തിൽ ആയിഷ വിവാഹ സമയത്ത് കൗമാരപ്രായത്തിന്റെ അവസാന ഘട്ടത്തില് അല്ലെങ്കിൽ 16-19 വയസ്സ് ആ ഒരു ഏജ് ആണ് എന്നാണ് വാദിച്ചെടുക്കുന്നത്. കാര്യം ബാക്കിയുള്ളവരുടെ പ്രായമല്ലേ. ഈ ആയിഷയ്ക്ക് സഹോദരി ഉണ്ടല്ലോ, മാത്രമല്ല അന്നത്തെ ജീവിത സാഹചര്യങ്ങളുണ്ടല്ലോ, നബിയുടെ ജീവിത സാഹചര്യം ഉണ്ടല്ലോ, ഇവർ പറയുന്ന ബാക്കിയുള്ള ചുറ്റുവട്ടങ്ങളുണ്ടല്ലോ. ഇതുമായിട്ട് മാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആയിഷയ്ക്ക് 16-19 പ്രായം വരണം, ഒരു ആവറേജ് പ്രായം വരണം, എന്നാലേ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോ കണക്ക് ശരിയായില്ലേ? എന്നാൽ ഈ ഒരു അഭിപ്രായം ഈ പരമ്പരാഗത ഹദീസ് വ്യാഖ്യാതാക്കൾ അംഗീകരിക്കപ്പെടുന്നില്ല. കാരണം അവർ 6 എന്ന് പറഞ്ഞ് പഠിച്ചു വെച്ചേക്കുന്നതാണ്. മിക്കവാറും സുന്നി പണ്ഡിതന്മാർ തന്നെയാണ്. അവരുടെ ഹദീസിൽ കാണുന്ന 6-9 വയസ്സ് കെട്ടിപ്പിടിച്ചുകൊണ്ട് എങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നോട്ടെ. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 6 9 യാതൊരു തെളിവുമില്ല, ഒരു തെളിവുമില്ല. പക്ഷെ ആയിഷയുടെ സഹോദരിയുടെയും അന്നത്തെ ജീവിതത്തിന്റെയും ബാക്കിയുള്ള ബന്ധുക്കളുടെയും മറ്റ് സംഭവവികാസങ്ങളുടെയും കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ആ ചരിത്രം എടുക്കുകയാണെങ്കിൽ, സാഹചര്യം എടുക്കുകയാണെങ്കിൽ ആയിഷയ്ക്ക് 16-19 എന്നിടയിലുള്ള ഒരു പ്രായം ഉണ്ട് എന്ന് മനസ്സിലാക്കാം. അതായത് നമ്മുടെ 18 വയസ്സിനോട് മാച്ച് ചെയ്യുന്ന ഒരു പ്രായം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ പ്രവാചകനെ കുറിച്ചുള്ള ആ ഒരു വിഷയം അങ്ങോട്ട് തീരും. പക്ഷെ ഇവിടെ ഈ മുസ്ലിമിന് ഇങ്ങനെ അടിവാങ്ങി കൊടുക്കുന്നതിൽ മുസ്ലിം പണ്ഡിതന്മാർ തന്നെയാണ് 1-ാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും ഖേദകരം. പിന്നെ അടി കിട്ടുന്നതിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഏതായാലും ആരിഫ് ഹുസൈൻ തുടങ്ങി വെച്ച ഈ ഒരു കാര്യത്തിന് ഇങ്ങനെ ഒരു മറുപടി പറയാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് താഴെ എഴുതുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ചു വെക്കാനും ശ്രമിക്കുക. കുറെ നേരമായില്ലേ സംസാരിക്കാൻ തുടങ്ങിയിട്ട്. Different angles. Don't forget to subscribe and support this channel.